ജൂലൈ മാസം അടിച്ചു പൊളിക്കാൻ ഈസി സ്റ്റോറിൽ ജിൽ ജൂലൈ സെയിൽ. സ്മാർട്ട് ഫോണുകൾക്ക് 75% വരെയും മൾട്ടിമീഡിയ ഗാഡ്ജറ്റ്സ്, ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് 50% വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഈസി സ്റ്റോറിലുള്ളത്. ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് 5 വാങ്ങുമ്പോൾ നേടാം 8000 രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി. കൂടാതെ 24,990 രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും. ഈസി കെയറിൽ സൂപ്പറാണ് കെയർ, ഫാസ്റ്റ് ആണ് സർവീസ്. ഉടനെ തന്നെ ഈസി സ്റ്റോറിലെത്തൂ. ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ. പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടണമെന്ന് സൗഹൃദം കൂട്ടായ്മ. തീരദേശ പാതയിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന് സൗഹൃദം കൂട്ടായ്മ ജില്ലാ പ്രസിഡന്റ് ബി അൻഷാദ് ആവശ്യപ്പെട്ടു. രാവിലെ 6 മണിക്ക് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്കോട്ട് വൈകിട്ട് 3-നുള്ള നേത്രാവതി എക്സ്പ്രസ് മാത്രമാണ് തിരുവനന്തപുരം കായംകുളം ഭാഗത്തേക്കുള്ളത്. രാവിലെ 7:50 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ മെമു അടക്കമുള്ള ആലപ്പുഴ വരെയാണ് യാത്ര. ഈ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥി അടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്നതിന് ഇത് സഹായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പാസഞ്ചർ ട്രെയിനുകളുടെ അഭാവം തൊഴിൽ മേഖലയും എറണാകുളവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും ഉപകാരപ്പെടുന്ന ഒരു സർവീസാണ്. ആ സർവീസ് കായംകുളം വരെ നീട്ടുന്നത് കൊണ്ട് ഒരുപാട് ലാഭങ്ങളുണ്ടാവും. നഷ്ടങ്ങളിൽ നിന്ന് യാത്രക്കാരെ കരകയറ്റാൻ ആ ഒരു പദ്ധതി വിഭാവനം ചെയ്യും. അത് കാലേക്കൂട്ടി നടപ്പാക്കുവാൻ ബന്ധപ്പെട്ട റെയിൽവേ അധികൃതർ തയ്യാറാകണം. ഇപ്പോൾ ആലപ്പുഴയെ പ്രതിനിധീകരിക്കുന്ന MP ആണേലും അതിനെ വളരെയധികം ഉത്സാഹിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തീർപ്പാക്കിക്കൊണ്ട് തീരദേശ പാത വഴി പാസഞ്ചർ ട്രെയിനുകൾ ഏറ്റവും കൂടുതൽ ഓടിക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം ജനകീയ വിഷയങ്ങൾ സൗഹൃദം കൂട്ടായ്മ ഏറ്റെടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ജില്ലാ പ്രവർത്തക യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകേണ്ട മറ്റുള്ളവർക്ക് കായംകുളത്ത് നിന്നും 1-2 കണക്ഷൻ ട്രെയിനുകൾ ലഭിക്കുകയും ചെയ്യും. ആലപ്പുഴ വരെയുള്ള മെമു വൈകുന്നേരം 5:30 ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്നത്. കായംകുളത്ത് നിന്ന് മടങ്ങി ആലപ്പുഴയിലെത്തി 5:35 തന്നെ കൊല്ലത്ത് നിന്ന് തിരിച്ചു പോകാനും കഴിയുമെന്നിരിക്കെയാണ് ആലപ്പുഴ നിർത്തിയിട്ടിരിക്കുന്നത്. രാത്രി 8:50 എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കുന്ന കണ്ണൂർ ഇന്റർസിറ്റി ആലപ്പുഴയ്ക്ക് നീട്ടുകയും തിരിച്ചു പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇന്റർസിറ്റി വരുന്നതിന് മുമ്പ് എറണാകുളം കൊല്ലം മെമു പുറപ്പെടുന്നത് മൂലം യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ സമയക്രമം നടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ റെയിൽവേ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ജില്ലാ രക്ഷാധികാരി PK ഉത്തമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ്, ട്രഷറർ CS സുനിത മോൾ, വൈസ് പ്രസിഡന്റ് വിനോദ്, സെക്രട്ടറി VS അനൂപ്, ജോസ്മോൻ, VM സജീർ, MT രാജു, സോമൻ കറ്റായത്ത്, സന്തോഷ് കുമാർ, പ്രവീൺ കുമാർ, M ഉബൈദ്, ഷാഹുൽ ഹമീദ്, സജീബ് സക്കരിയ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.